സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുന്നു. തിങ്കളാഴ്ച വിവിധയിടങ്ങളിൽ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയത്. വൈദ്യുതി ഉപഭോഗത്തിലുണ്ടായ വർധനവും വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. മഴ ലഭിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിയന്ത്രണം തുടരേണ്ടിവരുമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ നിലപാട്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള ശ്രമം നടക്കുകയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. ഒരിടവേളയ്ക്ക് ശേഷമാണ് സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം വരുന്നത്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് മഴയിലുണ്ടായ കുറവും അന്തരീക്ഷ താപനില ഉയർന്ന നിലയിൽ തുടരുന്നതും തിരിച്ചടിയായെന്ന് KSEB പറയുന്നു. വൈദ്യുതി ഉപയോഗം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. രാജ്യത്താകമാനം വൈദ്യുതി ആവശ്യകത വർദ്ധിച്ചതിനാൽ പവർ എക്സ്ചേഞ്ചിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതിയുടെ ലഭ്യതയിലും കാര്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് നെറ്റ്വർക്ക് ന്യൂസ്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കാലാവധി കഴിഞ്ഞ ബസ്സുകൾ കട്ടപ്പുറത്ത്. ക്യാമ്പസ് പരിസരത്ത് 4 ബസ്സുകളാണ് നീക്കം ചെയ്യാതെ മഴയും വെയിലും കൊണ്ട് തുരുമ്പെടുത്ത് നശിക്കുന്നത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കാലാവധി കഴിഞ്ഞ ബസ്സുകൾ കട്ടപ്പുറത്ത്. ക്യാമ്പസ് പരിസരത്ത് 4 ബസ്സുകളാണ് നീക്കം ചെയ്യാതെ മഴയും വെയിലും കൊണ്ട് തുരുമ്പെടുത്ത് നശിക്കുന്നത്. ക്ലിനിക്കൽ പരിശീലനം, പഠനയാത്രകൾ തുടങ്ങിയവയെല്ലാം ബസ്സുകളുടെ കുറവ് മൂലം വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. 15 വർഷം സർവീസ് നടത്തി കാലാവധി കഴിഞ്ഞ ബസ്സുകളാണ് ഇവയെല്ലാം. അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് തന്നെ കട്ടപ്പുറത്തായ ബസ്സുകൾ ഇവിടെ നിന്നും മാറ്റാനും വിദ്യാർത്ഥികൾക്ക് പുതിയ ബസ് അനുവദിക്കാൻ ആവശ്യമായ നടപടികളും സ്വീകരിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.